അങ്ങനെ ബത്ലഹേം കുടുംബ യൂണിറ്റ്, ഗിരീഷ് ഏടിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഡാർക്ക് സിറ്റുവേഷനിൽ ഇതിരുന്ന് പറയണമെന്ന് എനിക്ക് മനസ്സിലായില്ല. നല്ല ലൈറ്റ് കൊണ്ട് പറഞ്ഞാണ്. എന്തെങ്കിലും കാര്യത്തേക്ക് വരാം. അതായത് നിവിൻപോളി പ്ലസ് ഓണം എന്നൊരു കോംബോ ഉണ്ട്. അത് നമ്മൾ പറയില്ലേ, മോഹൻലാൽ മമ്മൂട്ടി ഓണം പടം എന്ന് പറയുന്ന പോലെ ഇങ്ങേരുടെ പടം ഓണത്തിന് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ഒരു പൂക്കളത്തിൻ്റെയൊക്കെ മുന്നിൽ നിവിൻപോളി ഇങ്ങനെ മുണ്ടക്കെടുത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഓണം ഫുൾഫില്ലായി. ഈ ഒരു സാധനം 100% വർക്കായിട്ടുള്ളൊരു പടമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. അത് ഗിരീഷയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇത് ഞാൻ ഒരു ഓണപ്പടമായിട്ടാണ് ഇറക്കാമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു. അത് കറക്റ്റായിരുന്നു. അത് ഇത്രയും നല്ലൊരു പ്ലേസ്മെൻറ്റ് ഈ പടത്തിൽ കിട്ടാനില്ല. ഒരു തിയേറ്ററിനെ മൊത്തം ചിരിപ്പിക്കാനും ആ ക്യാരക്ടറിൻ്റെ കൂടെ നമ്മളെ കൊണ്ടുപോകാനും എനിക്ക് വേറെ ഒരു ക്യാരക്ടേഴ്സിനും അങ്ങനെ ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. കാരണം നിവിൻപോളിനെ ക്യാരക്ടർ എന്നല്ല, നിവിൻപോളിനെ സ്ക്രീനിൽ കാണാൻ നമുക്കിഷ്ടമാണ്. നിവിൻപോളി അഭിനയിക്കണ്ട, നിവിൻപോളി ഒന്നും ചെയ്യണ്ട, നിവിൻപോളി ചുമ്മാ ഇങ്ങനെ നോക്കി നിന്നാൽ വരെ നമ്മളിങ്ങനെ ആളെ കണ്ടുകൊണ്ടിരിക്കും. അത്രയ്ക്കും രസമാണ് നിവിൻപോളിനെ സ്ക്രീനിൽ കാണാൻ. ആൻഡ് അത് ഭയങ്കര രസമായിട്ട് ഡെലിവർ ആയിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു പറയാനുള്ളത്, എനിക്കിഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ട കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സുരേഷ് കൃഷ്ണ. എൻ്റെ അമ്മ, അത് മൂപ്പരൊക്കെ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ, അതായത് ഭയങ്കര ലവിങ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. അത് നല്ലൊരു ക്യാരക്ടർ. അത് ആദ്യം തന്നെ പറയണം, അത് ഗംഭീര ക്യാരക്ടറാണ്. ഇനി സിനിമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ ഭയങ്കര സിമ്പിളാണ്. ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓണത്തിന് വേണ്ടി എന്തൊക്കെയോ ബഡ്ജറ്റ് പൊട്ടിച്ച് വൻ കാസ്റ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോവാതെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന നമ്മളെ തൊട്ടപ്പുറത്തുള്ളൊരു ചേട്ടൻ, നമ്മളെ തൊട്ടപ്പുറത്തുള്ള പെൺകുട്ടി, അത് നമ്മളെ അയൽവാസികൾ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. അതായത് അങ്ങനെ കഥ പറയുമ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ളൊരു ആൾ എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അത് നമ്മുടെ കഥയാണെന്നുള്ളൊരു ഫീൽ വരും. അതാണ് ഒരു സിനിമയ്ക്ക് വേണ്ടതല്ലോ. അത് കറക്റ്റായിട്ട് ഈ പടത്തിൽ ഡെലിവർ ആയിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക് ആയാലും ഇതിൻ്റെ ക്യാമറ വർക്കാണെങ്കിലും വമ്പൻ പരിപാടി ഒന്നുമല്ല. ഇതിൻ്റെ സിംപ്ലിസിറ്റിയാണ് ഈ സിനിമയുടെ വിജയം. കാരണം തിയേറ്ററിൽ ഒരാൾ പോയിട്ട് ടിക്കറ്റ് എടുത്ത് പറയാലോ 200-250 രൂപ ടിക്കറ്റ് എടുത്തിട്ട്, ഒരു ആവറേജ് ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ 200 ഇത്രയും ടിക്കറ്റ് റേറ്റ് കൊടുത്ത് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന ആൾ തിയേറ്ററിൽ കയറി 2.5 മണിക്കൂർ സിനിമ കാണുന്നത് സത്യം പറഞ്ഞാൽ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ആ സമാധാനം കൊടുക്കാൻ ഒരു സിനിമയ്ക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ഹിറ്റാണ്. അതാണ് ഈ സിനിമയിൽ സംഭവിച്ചത്. ആൻഡ് ഇത് ഓണം ബമ്പർ പരിപാടിയാണ്. ഇത് തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് പോയിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ തത്വം കൊണ്ടോ ഇതിൻ്റെ ആശയം കൊണ്ടോ അല്ല, ഓണമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് നമ്മളിങ്ങനെ പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു ഫാമിലി ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ അന്യായ ഫീൽ ഗുഡ്. ഇതിൽ ബേസിക്കലി ടെൻഷൻ അടിക്കണ്ട. തിയേറ്റർ എന്താണോ നമ്മളൊരു തിയേറ്ററിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു മനസ്സമാധാനം എന്നുള്ള സാധനം കിട്ടുന്നത്, ആ സാധനം ഈ സിനിമയിൽ നിന്ന് കിട്ടി. ഇത് ഗിരീഷേടി വീണ്ടും പ്രൂവ് ചെയ്യണം. ഇത് ആരെ വെച്ച് എങ്ങനെ പടം ചെയ്താലും ഗിരീഷേടിയുടെ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് അല്ല. ആ സ്റ്റൈൽ ഇപ്പോഴും ഇതിൽ കാണാം. ഈ പടത്തിൽ ഗിരീഷേടി സ്റ്റൈൽ തന്നെ ഈ പടം ചെയ്തല്ലോ. പക്ഷെ അതൊരു ഔട്ട്ഡേറ്റഡ് പരിപാടിയായിട്ട് തോന്നുന്നില്ല. അവിടേക്ക് നീയുമ്പോളിനെ പ്ലേസ് ആക്കിയപ്പോൾ. പിന്നെ മമിതയാണെങ്കിലും മമിതയൊക്കെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ്, നമ്മൾ കണ്ടതാണ്. പക്ഷേ നമുക്കങ്ങനെ തോന്നുന്നില്ല. ഇപ്പോഴും നമുക്ക് മടുത്തില്ല. ഇവർ ചെയ്യണതൊക്കെ നമുക്ക് ഇനിയും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുകയാണ്. അപ്പോൾ ഈ സിനിമ ഓണത്തിന് എന്തായാലും പോയി കാണുക. നീയുമ്പോളി വീണ്ടും കംബാക്ക്. ഇത് അടുത്ത കംബാക്ക്. എൻ്റെ പൊന്നോ.